ജീവിതം മുഴുവൻ പോരാട്ടങ്ങളിലൂടെ നടന്നു വന്ന സഖാവ് പിണറായിയെ ഇഡിയെ കാട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട. കേരളത്തിലെ CPM തകർക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായി ജനങ്ങളെ അണിനിരത്തി നേരിട്ട് പരാജയപ്പെടുത്തും. ഇന്ന് അതിരാവിലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസിന്റെയും വീട്ടിലേക്ക് ഇഡി നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ്. നിലവിൽ CPM ആരോപിക്കുന്നത് ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ഒരു ഇഡി റെയ്ഡ് എന്നാണ് അവർ പറയുന്നത്. കേരളക്കരയാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ്. ആ ഒരു പ്രതിഷേധ സമരങ്ങളുടെ തുടർച്ചയെന്നോണം അങ്ങാടിപ്പുറത്ത് ഇന്ന് CPM നേതൃത്വത്തിൽ വലിയ ഒരു സമരം സംഘടിപ്പിച്ചിരുന്നു. ചാനൽ 2 പ്രേക്ഷകരോടൊപ്പം CPIM മങ്കട ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കൽ കൂടെയുണ്ട്. ഇന്ന് രാവിലെ നടന്ന ഇഡിയുടെ റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഇഡിയുടെ റെയ്ഡ് തീർത്തും രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയാൻ ന്യായമായ കാരണങ്ങളുണ്ടല്ലോ. ഇന്ത്യയിലാകെ ഇഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് BJPയുടെ സംഘപരിവാറിന്റെ ഒരു ആയുധം മാത്രമാണ്. അവര് പ്രതിപക്ഷ നേതാക്കളെ പേടിപ്പിച്ച് RSS BJP ചേർക്കുകയാണ്. അതിന് തെളിവാണ് നമ്മുടെ ഹിമന്ത് ബിശ്വാസ് ആസാമിൽ കോൺഗ്രസ് നേതാവായിരുന്നു. ഇഡി റെയ്ഡ് ചെയ്ത് പിറ്റേ ദിവസം BJP ചേർന്നു. ഇപ്പോഴത്തെ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദർ അധികാരി തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്നു, പ്രധാന നേതാവായിരുന്നു. അദ്ദേഹം ശാരദ ചിറ്റ് ഫണ്ട് കേസ് പെട്ടു. റെയ്ഡ് ചെയ്തു, ഉടൻ തന്നെ BJP ചേർന്നു. BJPയിലെ മുഖ്യമന്ത്രിയായി. ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സുകാർ BJP ചെയ്തു. അങ്ങനെ പേടിപ്പിച്ച് നോക്കാൻ വേണ്ടിയുള്ള ശ്രമം അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് നടക്കില്ല. സഖാവ് പിണറായിയാണത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണത്. ജീവിതം മുഴുവൻ പോരാട്ടങ്ങളിലൂടെ നടന്നു വന്ന സഖാവ് പിണറായിയെ ഇഡിയെ കാട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട. കേരളത്തിലെ CPM തകർക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായി ജനങ്ങളെ അണിനിരത്തി നേരിട്ട് പരാജയപ്പെടുത്തും. ഒരു സംശയവുമില്ല. ഇത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഓരോന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ പോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കണ്ടതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ റെയ്ഡ്. ന്യായമായി സംശയമുണ്ട് ഞങ്ങൾക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നത് തന്നെ BJPയുടെ സഹായത്താലാണ്. എങ്ങനെയും CPM-നെയും പ്രതിപക്ഷത്തെ ഒതുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് നടക്കാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനയായ SFI-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ വലിയ രീതിയിലുള്ള ഒരു മർദ്ദനത്തിന്റെ വാർത്ത വലിയ രീതിയിൽ സജീവമാണ്. അത്തരം മർദ്ദനങ്ങളോട്, രാഷ്ട്രീയ പ്രേരിതമായ ഇത്തരം മർദ്ദനങ്ങളോട് എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? തീർച്ചയായും രാഷ്ട്രീയ പ്രേരിതമാണ്. SFI-യെ ഒതുക്കാമെന്നാണ് ഇത് കരുതുന്നത്. നിങ്ങൾക്കറിയാം, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷൻ ഗവർണറുടെ ശിങ്കിടിയായ വൈസ് ചാൻസലർ നിർത്തിവെച്ചതായിരുന്നു. കോടതി പോയിട്ടാണ് SFI ആ ഇലക്ഷൻ നടത്താനുള്ള അവകാശം നേടിയത്. ഇലക്ഷൻ നടന്നു 37-ൽ 35 സീറ്റും SFI നേടി. വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. അതിൽ അരിശമുണ്ട KSUക്കാർ SFI-യെ പോലീസിന്റെ സഹായത്തോടെ നരനായാട്ട് നടത്തി. ഇനി ഇവിടെ SFI-യോ വിദ്യാർത്ഥി പ്രതിഷേധമോ ഉണ്ടാവില്ല എന്നുള്ള. അതോടൊപ്പം തന്നെ ചില യൂണിവേഴ്സിറ്റികൾ വിദ്യാർത്ഥി സംഘടന വേണ്ട, സമരം വേണ്ട, സംഘടന വേണ്ട എന്നൊക്കെ RSS-ന് തിട്ടൂരം കേരളത്തിൽ കോൺഗ്രസ് നടപ്പാക്കുകയാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത്തരം എല്ലാ മർദ്ദന പദ്ധതികളെയും അതിജീവിച്ചാണ് SFI-യും യുവജന പ്രസ്ഥാനവും വിദ്യാർത്ഥി പ്രസ്ഥാനവും ഒക്കെ വളർന്നു വന്നിട്ടുള്ളത്. അത് പോലീസിന്റെ എല്ലാ ഭീഷണിക്ക് മുന്നിലും മുട്ടുമടക്കാതെ പോരാടുക തന്നെ ചെയ്യും. ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളക്കരയാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധം CPIM-ന്റെ നേതൃത്വത്തിൽ സജീവമായി നടക്കുകയാണ്. ഇടതുപക്ഷത്തെ സംഘം ചേർന്ന് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്നും ശക്തമായ സമര പരിപാടികൾക്ക് CPIM നേതൃത്വം നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അങ്ങാടിപ്പുറത്തു നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10, പെരിന്തൽമണ്ണ. We create your future and the world safe in our hands. We need to prepare our students for their future because we are preparing students for jobs that have not been invented yet. We should be preparing students to be global. 21st century citizens are lifelong learners. Discipline is our first aim. We are trying to make the basic foundation stronger with highly skilled teachers. We encourage your kids' talents. World-class environment. Getting an international level of education to children of common people was out of dreams till yesterday. We just started. AUP School, Padaikara, Perindalmanna, Malappuram.